ശ്രീമന്നാരായണീയം ദശകം 27 ക്ഷീരാബ്ദി മഥനവും കൂർമാവതാരവും. ശ്ലോകം 5. ഗജാനന പത്മാർക്കം ഗജാനനമഘർനിശം അലേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആധായ ധൃതമത വാസുകിം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ. പ്രാരബ്ധേ മദനവിധൗ സുരാസുരൈസ്തൈർ വ്യാജത്വം ഭുജഗമുഖേ കരോസുരാരീൻ. പാലാഴി മഥനം തുടങ്ങുന്ന ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ദേവന്മാർ അസുരന്മാരുമായിട്ട് കൂട്ടുകൂടി പാലാഴി കടയാൻ കടകോലായിട്ട് മന്ധര പർവ്വതത്തെ വളരെ അഹങ്കാരത്തോടുകൂടി എടുത്തുകൊണ്ട് പോരുമ്പോൾ അത് വഴിയിൽ വീണുപോകുകയും ഭഗവാൻ ആ മന്ധര പർവ്വതത്തെ എടുത്ത് ഗരുഡന്റെ പുറത്തു വച്ച് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അനായാസമായി കൊണ്ടുവന്ന് പാലാഴിയിൽ ഇട്ടുകൊടുത്തു. ഇനി എന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്? നാഗരാജാവായ വാസുകിയെ കൊണ്ടുവരാൻ നോക്കുകയാണ് ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടെ കൂടി. ഇനി വാസുകിയെ കൊണ്ടുവന്ന് മന്ധര പർവ്വതത്തിൽ ചുറ്റി സമുദ്രത്തില് എല്ലാ ഔഷധക്കൂട്ടുകളും എല്ലാ ഔഷധ ചെടികളും മരുന്നുകളും എല്ലാം ഇട്ടിട്ട് ആണ് ഇവിടെ പാലാഴി കടയാൻ തുടങ്ങുന്നത്. വാസുകിയെ കൊണ്ടുവരാനായിട്ട് പോയപ്പോഴും വാസുകിയുടെ ഒരു വശം എടുത്തു പൊക്കുമ്പോഴേക്കും ബാക്കി ഭാഗം മുഴുവനും തറയിൽ കിടക്കും. എത്ര പരിശ്രമിച്ചിട്ടും അവർക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഭഗവാൻ പരമശിവൻ തൻ്റെ കൈയൊന്ന് നീട്ടിക്കൊടുത്തു എന്നാണ് പറയണേ. കയ്യിലേക്ക് ഒരു വള പോലെ വന്ന് വാസുകി കിടന്നു. അങ്ങനെയാണ് വാസുകിയെ കൊണ്ടുവന്നത്. ഇനി ഇവിടെ വാസുകിയെ കൊണ്ടുവന്ന് മന്ധര പർവ്വതത്തിൽ ചുറ്റി അതിനുശേഷം തലയും വാലും രണ്ട് സൈഡിലേക്ക് നിൽക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തു? ദേവന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ട് വേഗം ചെന്ന് വാസുകിയുടെ തലയിൽ ചെന്നങ്ങോട്ട് പിടിച്ചു. അത് കണ്ടപ്പോൾ അസുരന്മാര് പറഞ്ഞു, ഞങ്ങള് ഈ വൃത്തികെട്ട പാമ്പിന്റെ വാലെ പിടിക്കൂല, അതുകൊണ്ട് ഞങ്ങൾക്ക് തല തന്നെ പിടിക്കണം. വേഗം ഭഗവാനും ദേവന്മാരും വാലിന്റെ ഭാഗത്തേക്ക് മാറി. അസുരന്മാര് തല പോയി പിടിച്ചു. അസുരന്മാരെ കൊണ്ട് വാസുകിയുടെ തല പിടിപ്പിക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഭഗവാൻ ആദ്യം പോയി തല പിടിക്കാൻ പോയത്. അപ്പൊ ഇങ്ങനെ ഒരു കപടം അവിടെ കാണിച്ചു. കാരണം പാലാഴി കടഞ്ഞു തുടങ്ങിയാല് വാസുകിയുടെ മുഖത്ത് നിന്ന് വിഷക്കാറ്റ്, വിഷം ഇതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും എന്ന് ഭഗവാന് നന്നായിട്ടറിയാം. അപ്പൊ ആദ്യം ചെന്നങ്ങ് തല പിടിച്ചു കഴിഞ്ഞാൽ അസുരന്മാര് പറയും വാല് പിടിക്കൂല, ഞങ്ങള് തലയെ പിടിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ അവരെ തലക്കലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വാസുകിയുടെ വിഷക്കാറ്റ് വീശുന്നതൊക്കെ ഈ അസുരന്മാർക്കേ കിട്ടുള്ളൂ, ദേവന്മാർക്ക് കിട്ടില്ല. അപ്പൊ അവരെ രക്ഷിക്കാൻ, ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാപട്യം അവിടെ കാണിച്ചത്. അഥ പിന്നെ കടകോലായിട്ട് മന്ധരപർവ്വതത്തിനെ കൊണ്ടുവന്ന് പാലാഴിയിൽ ഇട്ടതിന് ശേഷം തൈ സുരാ അസുരെ, ആ ദേവാസുരന്മാർ ദ്രുതം വേഗത്തില് വാസുകിയെ വരത്രാം ആദായ, ഇവിടെ വരത്രാം ആദായ അതായത് കയറാക്കിയിട്ട് വിനിഹിത സർവ ബീജജാലേ, എല്ലാ ഔഷധി ബീജങ്ങളും എല്ലാ മരുന്നുകളും ഇട്ടിട്ടുള്ള പാദോദൗ, ആ സമുദ്രത്തില് മഥനവിധൗ പ്രാരബ്ധേ,
മഥനം തുടങ്ങിയപ്പോൾ, കടയാൻ തുടങ്ങിയപ്പോൾ ദേവാസുരന്മാർ വാസുകിയെ കയറാക്കി എല്ലാ ഔഷധികളും കൊണ്ടുവന്ന്, മരുന്നുകളും കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ള ആ സമുദ്ര പാലാഴി കടയാൻ തുടങ്ങിയപ്പോൾ നിന്തിരുവടി വ്യാജാത്, വ്യാജമായിട്ട്, അതായത് ഇവിടെ കപടം പ്രയോഗിച്ച്, കള്ളത്തരം പ്രയോഗിച്ച്, സുരാരീൻ, സുരന്മാരുടെ ശത്രു, സുരന്മാരുടെ ശത്രുക്കളെ, അതായത് അസുരന്മാരെ, ഭുജകമുഖേ, ഭുജകം പാമ്പാണ്, അപ്പൊ ഇവിടെ വാസുകിയാണ്, ആ വാസുകിയുടെ മുഖേ, തലയ്ക്കൽ, അകരു, ആക്കി തീർത്തു. ഇനി പാലാഴി കടയാൻ തുടങ്ങുന്ന ഭാഗമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വാസുകിയെ കയറാക്കി, അതിനുശേഷം രണ്ടുപേരും കൂടി, അസുരന്മാരും ദേവന്മാരും കൂടി ഇവിടെ പാലാഴി കടയാനായിട്ട് തുടങ്ങുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.